ഹലോ ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സഹീൻ്റെ താഴ്വരയിൽ ശരമില്ലാത്ത അക്ഷരങ്ങൾ അറിവിൻ്റെ ചാലുകൾ കീറിയൊഴുകിയപ്പോൾ അത് കോതമംഗലം വിദ്യാഭ്യാസ ഏജൻസി എന്ന ചരിത്ര സാംസ്കാരിക സമിതിക്ക് തുടക്കമാവുകയായിരുന്നു. ചാലുകേറിയൊഴുകിയ അരുവികൾ പുഴകളായി നദികളായി 97ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കേരളത്തിലെ പ്രമുഖ ഘടനയിലേക്ക് എത്തി നിൽക്കുമ്പോൾ 1400ഓളം കരുത്തുറ്റ തുഴക്കാരാണ് തോണിയിൽ. പരിശുദ്ധ അമ്മയുടെ കൃപാകടാക്ഷത്താൽ വലിയടിയന്റെ ഫ്രാൻസിസ് പാപ്പയുടെ അനുഗ്രഹ ആശംസകളോടെ പോത്തനാമൊഴി അച്ഛൻ മുതൽ മടത്തിക്കണ്ടത്തിൽ പിതാവിൽ എത്തി നിൽക്കുന്ന വലിയ പാരമ്പര്യത്തിന് തണലിൽ ഇന്ന് വിദ്യാഭ്യാസ ഏജൻസിയെ നയിക്കുന്ന മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിലച്ഛന്റെ ക്രാന്തദർശത്വം, മാത്യു മുണ്ടക്കലച്ഛന്റെ ദീർഘവിഷയത്തോടെയുള്ള സൂക്ഷ്മ നിരീക്ഷണ പാഠവും ഇവയെല്ലാം അമരുന്ന് കരുത്താകുമ്പോൾ ഈ ചരിത്രവാഹിനി മഹാപ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, മഹാസാഗരത്തിന്റെ അക്ഷരാഴങ്ങൾ തേടാൻ കുരുന്നുകൾക്ക് കരുത്തേകുമെന്ന് തീർച്ച. ഈ അക്ഷരത്തട്ടുകത്തിൽ വാക്കുകളെ അപരിശബ്ദങ്ങളാക്കി മാറ്റുവാനുള്ള എളിയ ശ്രമത്തിന് അവസരമൊരുക്കിയ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികളോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിമേലക്കരെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാഴ്ചവെക്കുന്നു. ആദ്യമായി മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന ശ്രീ തിലകന സൗണ്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. വിശന്ന് വരഞ്ഞു കയറി വന്ന എനിക്ക് മനസ്സുണ്ടല്ലോ. അതാണോ എനിക്ക് കിട്ടാൻ ഏറ്റവും വില കൂടിയ സ്ത്രീധനം. വരട്ടെ, നല്ലതേ വരൂ. അടുത്തതായി 6ാം തമ്പുരാൻ എന്ന മലയാള ചലച്ചിത്രത്തിലെ അപ്പം തമ്പുരാനായി വേഷമിട്ട ശ്രീ നരേന്ദ്രപ്രസാദ് സാർ. 16 കൊല്ലം മുമ്പ് നീത്തി കൊള്ളുന്ന ചോര വീണ പൊടിക്കരയിലെ കൂടിമണ്ണുമായി കയ്യിലെടുത്ത് എന്നെ അപ്പനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് ഒതിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. എങ്കിൽ പോയിക്കൊള്ളൂ. ആവശ്യം കുറഞ്ഞിട്ട് കണിമംഗലത്താരും ഒന്നു പോകരുത്. കണിമംഗലത്തിന് നാശം പൂർണ്ണമാകട്ടെ. ഈ കോവിലകത്തിന്റെ മേൽക്കൂര നീലം പോത്തട്ടെ എന്നിട്ട് തീരുമാനിക്കാം അപ്പന്റെ വാക്കുമാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയുന്നില്ല, ഒന്നും കേൾക്കാനും. അടുത്തതായി മലയാളികളെ കുടിപിടിച്ചിരിപ്പിച്ച ശ്രീ മമ്മൂക്കോയ. അടുത്തതായി ഇൻ കരിയർ എന്ന മലയാള സിനിമയിലൂടെ മലയാളികൾക്ക് കിട്ടിയ അതിമനോഹരമായ ഒരു നടനെ പരിചയപ്പെടുത്തുകയാണ് ശ്രീ സ്വഭാവ. ഒരു കൈയിലെണ്ണയും മറുകൈയിൽ ആഘോഷപ്പെടുത്തുന്നുണ്ട്. അന്ന് അമ്മച്ചൻ നമുക്കെല്ലാവർക്കും വേണ്ടി കഥ പറഞ്ഞിരുവാനുമല്ലേ ഉദത്തലകൾ ആ കളികളായ എനിക്ക് വലിയ മൊച്ച് ആ പെട്ടിയിൽ തന്നെ തരില്ല. ജാക്സൺ ക്യാരിയാണ്. അടുത്തായി മലയാളത്തിന്റെ ചിരിക്കൊടുക്കുകയായ ശ്രീ മാള അരവിന്ദൻ. പത്രമെന്ന മലയാള സിനിമയിലൂടെ വിശ്വനാഥനായി രൂപം കൊണ്ട ശ്രീ എൻഫറീസ്. അടിച്ചതാണ് ആണ്ടവനോ അതോ അടിച്ചതല്ല, ചവിട്ടിയതാണ്. അതും ഷൂസിന്റെ കാലുകൊണ്ട്. എന്നാണ് കൊണ്ടുപോയി കൊടുക്കുന്നതിന്റെ ചീഫ് എഡിറ്റർക്ക് ശേഖരന് വിശ്വനാഥൻ തന്നയച്ചെന്ന് പറഞ്ഞാൽ മതി. ഇനി ഒരിക്കൽ കൂടി വിശ്വനാഥന്റെ ഫോട്ടോ നിന്റെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നത് ഞാൻ അറിഞ്ഞാൽ നീയും പത്രലേഖകരിൽ നിന്ന് കത്തും കത്തിച്ചാമ്പലാകും. ഡാഡി കാണുമല്ലോ. മലയാള സിനിമയിലെ അതിമനോഹരമായ ഗാനങ്ങൾ 3-4 നടന്മാർ ആലപിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം. പാലാപ്പള്ളി എന്ന ഗാനം ശ്രീ ജനാർദ്ദൻ ചേട്ടൻ അവതരിപ്പിച്ചാൽ എങ്ങനെയിരിക്കും നോക്കാം. ഓ പാലാപ്പള്ളി തിരുപ്പള്ളി അതിലേഴ് രാപ്പള്ളി താളാടെ. ഓ അടുത്തതായി വെള്ളാപ്പള്ളി നടേശൻ. പാലാപ്പള്ളി
പള്ളി തിരുപ്പള്ളി അതിലേഴും ഏത് പള്ളിയാവോ. അടുത്ത ഈ മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ ഇന്ദ്രശ്രീയായിട്ടാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി അതിലേഴും രാപ്പള്ളി നാളാണേ എനിക്ക് രണ്ട് സുഖം കുറിച്ച പോലെ മുതലാളി. അടുത്തതായി മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ ലാലേട്ടൻ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരങ്കല്ലുകളൊരുങ്ങുന്ന ഒരു വേനൽ പകലിൽ ഗോളിയാർ ദർശിച്ചു. മിയാറ്റാൻസിന്റെ ഗോളിയാർ, ഗലാനകളുടെ ഗോളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനുള്ള മോഹവുമായി നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ബാദുഷാഖാൻ ആവശ്യച്ച പ്രദർശന വെക്കാൻ പറഞ്ഞു. ഒരു തണ്ണിയുടെ വട്ടക്കേശയിൽ നിന്നുണ്ട് സബനോങ്കി സിന്ദഗി ജോ കഹം കദം ഭജാതി ഹേ. അടുത്തതായി പാലാപ്പള്ളി എന്ന ഗാനം പഴയ നമ്പൂതിരി കഥാപാത്രങ്ങൾക്ക് ഒരുപാട് ശബ്ദം കൊടുത്ത ശ്രീ എം മാസ്റ്റർ കൊടുത്തറ. അടുത്തായി മലയാളത്തിന്റെ സ്വഭാവ നടൻ ശ്രീ ലാലു ലക്സനെ അനുകരിക്കുന്നു. വളരെ പേഴ്സണലായിട്ട് പറയുക, നോപ്പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തതുപോലെ അതൊക്കെ വിളിക്കുന്നോടി നൈൻഡോണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ മാത്രം ഓർത്ത് ഇടിക്കുന്ന പെൺകുട്ടിയുണ്ട് ഇവിടെ പാറോ. അടുത്തായി മലയാളത്തിന്റെ പ്രിയ സൂപ്പർ സ്റ്റാർ ശ്രീ സുരേഷ് ഗോപി. ഡൽഹിയുടെ പരമ പദവിയിലേക്ക് ചുവടുകൾ വെച്ച് കയറും മുമ്പ് ചെയ്തു കൂടി അവകാശങ്ങളുടെ പേരിൽ നിന്നെ തിളകിയാൻ എനിക്ക് കഴിയാതെ പോയാൽ അന്ന് നിന്റെ കാൽച്ചുവട്ടിൽ നിന്റെ പുറത്തിനായി ഞാനുണ്ടാവും. ഇറ്റ്സ് ഒബീഡിയന്റ് ഗോഡ്. അടുത്തതായി ഇഷ്ടപോലെ കണ്ടിരിക്കുന്ന ഒരു അവസാനത്തെ സൗണ്ടാണ് ഈ കള്ളിയങ്ങാട്ടി നീതി എന്ന ഒരു യശീർ സൗണ്ടാണ്. ഇത്തരം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ കലാവിരുന്ന് നിങ്ങൾ ഉപയോഗിക്കാൻ